അന്ധനായ ച്യവന മഹർഷിയുടെ പത്നിയായി തീർന്ന ശര്യാതി രാജാവിന്റെ മകൾ സുകന്യ മഹർഷിയെ പരിചരിച്ച് ഒരു ഉത്തമ പത്നിയായി അദ്ദേഹത്തോടൊപ്പം ആശ്രമത്തിൽ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ സുന്ദരിയായ സുകന്യയെ കാണാനിടയായി. അവർ സുകന്യയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ അഭ്യർത്ഥന വിനയപൂർവ്വം നിരസിച്ച സുകന്യയുടെ തുടർ പ്രവൃത്തികൾ അശ്വിനി ദേവന്മാരെ അത്ഭുതപ്പെടുത്തി. വാർദ്ധക്യവും അന്ധതയും ബാധിച്ച മഹർഷിയെ സ്നേഹപൂർവ്വം പരിചരിക്കുന്ന സുകന്യയിൽ പ്രസാദിച്ച അശ്വിനി ദേവന്മാർ ച്യവന മഹർഷിയുടെ അന്ധത മാറ്റി അദ്ദേഹത്തിന്റെ യൗവനം തിരിച്ചു നൽകാമെന്ന് അരുളി ചെയ്തു. ഇതിനായി അവർ വനത്തിൽ നിന്നും പച്ചമരുന്നുകൾ ശേഖരിച്ച് ഒരു ലേപവും രസായനവും ഉണ്ടാക്കി. ലേപം ഒരു കുളത്തിൽ കലക്കുകയും മഹർഷിയോട് കുളത്തിൽ മുങ്ങി നിവരുവാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ സുകന്യയുടെ പാതിവൃത്യ പരിശോധന നടത്താൻ അശ്വിനി ദേവന്മാർ തീരുമാനിച്ചു. ഇതിനായി അശ്വിനി ദേവന്മാരും മഹർഷിയോടൊന്നിച്ച് കുളത്തിൽ മുങ്ങി നിവർന്നു. മുങ്ങി നിവർന്ന മൂവരും യൗവനയുക്തരായ തേജസ്വികളായി കാണപ്പെട്ടു. തങ്ങളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുന്നുവോ ആ വ്യക്തിയുടെ കൂടെ പത്നിയായി ജീവിക്കേണ്ടി വരുമെന്ന് അവർ സുകന്യയെ അറിയിച്ചു. അങ്കലാപ്പിലായ സുകന്യ ആ സമയം പരാശക്തിയെ ധ്യാനിച്ചു. ദേവന്മാർ ഒരിക്കലും കണ്ണു ചിമ്മാറില്ല എന്ന സൂചന ദേവി സുകന്യയ്ക്ക് നൽകി. അങ്ങനെ തന്റെ പതിയായ ച്യവന മഹർഷിയെ സുകന്യ തിരിച്ചറിഞ്ഞു. അശ്വിനി ദേവന്മാരുടെ പരീക്ഷണത്തിൽ വിജയിച്ച സുകന്യയെ അവർ അനുഗ്രഹിച്ചു. മാത്രമല്ല, മഹർഷിയുടെ യൗവനം നിലനിർത്തുന്നതിനായി ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കിയ രസായനം അവർ മഹർഷിക്ക് ഭക്ഷിക്കാൻ നൽകി. ച്യവന മഹർഷിക്കായി ഉണ്ടാക്കിയ ഈ ദിവ്യൌഷധം പിന്നീട് ച്യവനപ്രാശം എന്നറിയപ്പെട്ടു.